എന്താണ് സംഭവിക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് നോക്കൂ, ബ്ലോക്ക് പഞ്ചായത്തിന് കണക്ക് കാലിക്കറ്റിൽ നിന്ന് LDF 1 UDF 1 എന്നാണ് സ്ഥിതി. ഗ്രാമപഞ്ചായത്തിൽ കണ്ണൂരിലും ആലപ്പുഴയിലും ഗ്രാമപഞ്ചായത്തിലെ LDF-നാണ് ലീഡ്. കോഴിക്കോട്ടെ ചിത്രം എന്താണ് അസ്ലം? കോഴിക്കോട് നിലവിൽ പഞ്ചായത്തുകളുടെ റിസൾട്ട് വരുന്നത് 2 UDF ലീഡ് ചെയ്യുന്നു. പൂരാച്ചുണ്ടും കൂത്താളിയും ലീഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ LDF ഒളവണ്ണ ലീഡ് ചെയ്യുന്നു. ചക്കട്ടപ്പാറ, കടലുണ്ടി, അതോടൊപ്പം തന്നെ മരുതോങ്കര, ഈ 3 സ്ഥലങ്ങളിലും പിന്നെ ആര് ലീഡ് ചെയ്യുന്നത് വെച്ചാൽ LDF-നും UDF-നും തുല്യ എന്ന നിലയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് 3-3 6 പഞ്ചായത്തുകളുടെ റിസൾട്ട് വരുമ്പോൾ 2 UDF-ഉം 1 LDF-ഉം 3 രണ്ടുപേരും ലീഡ് ചെയ്യുക, 2 തുല്യാവസ്ഥയിൽ നിൽക്കുകയാണ്. നഗരസഭ മുനിസിപ്പാലിറ്റി വാർഡുകൾ നോക്കുകയാണെങ്കിൽ 29 നഗരസഭാ വാർഡുകളിൽ UDF വിജയിച്ചതായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 21 LDF-ഉം 1 NDA-യും മറ്റുള്ളവർ 2 എന്നുള്ളതാണ് സ്റ്റേറ്റ് വൈഡ് കണക്ക്. അതായത് മുനിസിപ്പാലിറ്റിയിൽ UDF-ന് നേരിയ ആധിപത്യം ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് കണക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് അനുസരിച്ച് തന്നെ നമുക്ക് പറയാൻ കഴിയും. വിജയൻ വായന്തോട് തിരുവനന്തപുരത്ത് NDA-യുടെ മുന്നേറ്റം തുടരുകയാണോ? തീർച്ചയായും NDA-യുടെ അപ്രതീക്ഷിത മുന്നേറ്റം എന്ന് പറയാം. നിലവിൽ നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ച് 15 സീറ്റുകളിലാണെങ്കിൽ ഒരു ക്ലിയർ അല്ല. എനിക്കിന്ന് പാലക്കാട് നിന്നുള്ള സാജിദ് അജ്മലിനെ കൂടി വേണം. അവിടെ ഷൊർണൂരിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. ഷൊർണൂരിലും വലിയ പോരാട്ടം നടക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA-യുടെ മുന്നേറ്റം കാണുന്നു എന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടെ LDF വലിയ വിജയ പ്രതീക്ഷ വെച്ച സ്ഥലത്ത് പക്ഷേ ഇത്തവണ NDA മുന്നേറ്റം നടത്തുകയാണ്. ആദ്യത്തെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഫലസൂചന എന്ന് മാത്രം പറയാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം വളരെ പെട്ടെന്ന് കൗണ്ടിംഗ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിജയൻ 3 മുന്നണികളുടെയും മേയർ സ്ഥാനാർത്ഥിമാരുടെ നില എന്താണ്? വിജയനെ കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കാം. പറയൂ, എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥിതി? എന്താണ് മേയർ കാൻഡിഡേറ്റ്സ് ഒക്കെ എവിടെ നിൽക്കുന്നു? നേരത്തെ CPM-ന്റെ വാർഡായിരുന്നു. ആ വാർഡിൽ കൂടി ഇപ്പോൾ BJP മുന്നേറുന്നു എന്നുള്ളതാണ്. നിലവിൽ 8 ഇടത്താണ് BJP മുന്നേറ്റം. ഒപ്പം തന്നെ 4 LDF-ഉം 1 UDF-ഉമാണ് ലീഡ് ചെയ്യുന്നത്. BJP പ്രതീക്ഷിച്ചതിന് അനുസരിച്ച് തന്നെയുള്ള ഒരു നേട്ടം ഉണ്ടാക്കുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. നിലവിൽ സിറ്റിംഗ് സീറ്റുകളായ ശ്രീവരാഹം, ഒപ്പം തന്നെ മണക്കാട്, ചാല, ഫോർട്ട്, പെരുന്താന്നി, ശ്രീകണ്ഠേശ്വരം, തമ്പാനൂർ കഴിഞ്ഞ തവണ കോൺഗ്രസിൽ നിന്ന് മാറി വന്ന തമ്പാനൂർ സതീഷാണ് അവിടെ മത്സരിച്ചത് BJP-ക്കായി. തമ്പാനൂരിലും ഇപ്പോൾ BJP ലീഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ കണ്ണമ്മൂലയിലും ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. LDF ലീഡ് ചെയ്യുന്നത്. നിലവിൽ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി ഒക്കെ ആയി പരിഗണിച്ചിരുന്ന SP ദീപക് പേട്ടയിലും ചാക്കയിൽ മുൻ മേയർ K സുകുമാറും ഒപ്പം തന്നെ വള്ളക്കടവിൽ ജാഷിദ നാസറും ആണ് ലീഡ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായി കാണേണ്ടത് UDF 1 മാത്രമാണ് നിലവിലെ ട്രെൻഡ് അനുസരിച്ച് ലീഡ് ചെയ്യുന്നത്. അത് വലിയ തുറയിൽ LDF-ന്റെ സിറ്റിംഗ് സീറ്റിലാണ് നിലവിൽ UDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ശബരി പോലും ലീഡ് ചെയ്യുന്നില്ല. ആ ഭാഗങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ തുടങ്ങിയിട്ടില്ല. അതാണ് ആ ഭാഗത്ത് നമുക്ക് ലഭ്യമാകാത്തത്. നിലവിൽ എല്ലായിടത്തെയും വോട്ടിൽ ആരംഭിച്ച് കഴിഞ്ഞിട്ടില്ല. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP വൻ ഒരു ഓളം ഉണ്ടാക്കുന്നതാണ് കാണേണ്ട കാര്യം. BJP 8 സീറ്റുകൾ ലീഡ് ചെയ്യുമ്പോൾ പകുതിയിലാണ് ലീഡ് ചെയ്യുന്നത് LDF 4. അതിന്റെ പകുതിയിലും താഴെയാണ് UDF ലീഡ് ചെയ്യുന്ന 1. എല്ലായിടത്തെയും വോട്ടിൽ ആരംഭിച്ച് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മൊത്തം കോർപ്പറേഷൻ സീറ്റുകളുടെ ഫലസൂചനകളുടെ വിവരങ്ങളല്ല ഈ വരുന്നത് എന്ന് കാണാൻ. 100 സീറ്റിലെയും എണ്ണാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ LDF-ന് ആശ്വാസകരമാണ്. പക്ഷേ ഈ പാലക്കാട് എന്താണ് സംഭവിക്കുന്നത്? പൂഞ്ഞാറിൽ PC ജോർജിന്റെ പൂഞ്ഞാറിൽ NDA ലീഡ് ചെയ്യുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. BJP മുന്നണി ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. നമുക്ക് ചില പ്രത്യേക കേന്ദ്രങ്ങളിലെ വിവരങ്ങൾ അറിയാനുണ്ട്. എന്താണ് ഷൊർണൂരിൽ സംഭവിക്കുന്നതെന്ന് അറിയണം, തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയണം, പാലക്കാട് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയണം, ഒഞ്ചിയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയണം. അതുകൊണ്ട് തന്നെ കോഴിക്കോട്ടേക്ക് പോകാനുണ്ട്. അവിടുത്തെ RMB-യുടെ അതിജീവന പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. അവിടെ ഒഞ്ചിയത്തിന്റെ കഥ എന്താണെന്ന് അറിയണം. പാലക്കാട് നിന്ന് സാജിദ് അജ്മലിനെ വേണം എന്താണ് ഷൊർണൂരിൽ നടക്കുന്നത് എന്നറിയാൻ. അപ്പോൾ UDF-നെ സംബന്ധിച്ച് ഇത് അത്ര ശുഭകരമായിട്ടുള്ള വിധിയല്ല വരുന്നത് എന്ന് കാണാം. അവരെ ഇങ്ങനെ ഒരു വലിയ വിക്ടറി പ്രതീക്ഷിച്ചെന്ന് അറിയില്ല. പക്ഷെ അവർക്ക് ഒരു മെച്ചപ്പെട്ട അക്കം ഉണ്ടാക്കാൻ കഴിയുമോ എല്ലാ സെക്റ്റിലും? അത് കോർപ്പറേഷനിലായാലും കൊള്ളാം, അത് മുനിസിപ്പാലിറ്റിയിലും ജില്ലാ പഞ്ചായത്തിലും എല്ലാം എന്നത് ഉറ്റുനോക്കുകയാണ്. എന്തായാലും നിലവിലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ മുനിസിപ്പാലിറ്റിയിലും LDF ആണ്, മുനിസിപ്പാലിറ്റി ഇപ്പോൾ UDF ആണ് മുമ്പിൽ. 29-32 എന്നാണ് ഇപ്പോഴത്തെ കണക്ക് തുടക്കം മുതൽ തന്നെ. സാജിദ് അജ്മൽ, എന്താണ് പാലക്കാടിന്റെ പൊതുവായ ചിത്രം, ഒപ്പം ഷൊർണൂരിന്റെ ചിത്രം?
പാലക്കാട് നഗരസഭയിൽ നിലവിൽ 2 വാർഡുകളുടെ റിസൾട്ടാണ് പൂർണ്ണമായി വന്നത്. ഇതിൽ ഒരു വാർഡിൽ BJP ജയിച്ചു. വാർഡ് നമ്പർ 28-ൽ BJP ജയിച്ചു. മറ്റൊരു വാർഡിൽ K പ്രേമ, 29-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. മറ്റ് ഈ നടപടിക്രമങ്ങൾ ഉടൻ അവസാനിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഷൊർണൂരിൽ ഈ NDAക്ക് വലിയ മുന്നേറ്റം ഉണ്ട്. അവിടെ ഉള്ള BJPയും CPM-ഉം ഒപ്പത്തിനൊപ്പം പോകുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. എന്നാൽ പട്ടാമ്പിയിൽ V4 പട്ടാമ്പിയുടെ വാർഡുകളിൽ വലിയ മുന്നേറ്റം ഈ കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഈ ചിറ്റൂരിലും കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം, UDF-ന്റെ മുന്നേറ്റമാണ് ഉള്ളത്. മണ്ണാർക്കാടും UDF-ന്റെ മുന്നേറ്റമുണ്ട്. ചെർപ്പളശ്ശേരിയിൽ ഒപ്പത്തിനൊപ്പമാണ് പോകുന്നത്. ശരി, ഷഫീഖ് നസറുള്ള കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ വരുന്നില്ലല്ലോ ഷഫീഖെ?